ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരമായി സെക്രട്ടറിയുടെ അഭാവം. പരാതികളുമായി ജനങ്ങൾ പഞ്ചായത്ത് കയറിയിറങ്ങുന്നു. ജനകീയ സമിതി പ്രക്ഷോഭത്തിലേക്ക്. ജനകീയ സമിതി അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. എണ്ണിയാൽ ഒടുങ്ങാത്ത അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ സെക്രട്ടറിയുടെ അഭാവത്തിൽ ജനം വലയുകയാണ്. കുറേ കാലമായിട്ട് ഇവിടെ സെക്രട്ടറി ഇല്ലാത്ത ഒരവസ്ഥയാണ്. സെക്രട്ടറിമാർ വരും, അത് കഴിഞ്ഞാൽ അപ്പം തന്നെ പോവും. അതാണ് സ്ഥിതി. ഒരു പരാതികൾ പരിഹരിക്കാനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുവാനോ ഉള്ള ഒരു സംവിധാനമില്ലാത്ത രീതിയിലാണ് പല പ്രാവശ്യം ഒന്നാം സ്ഥാനത്തിനുള്ളതും പല രീതിയിലുള്ള അവാർഡുകളും വാങ്ങിയിട്ടുള്ള പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതിനിപ്പോൾ ഭരണസമിതിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഭരണസമിതി തന്നെയാണ്. നൽകുന്ന പരാതികളൊന്നും പരിഹരിക്കപ്പെടുന്നില്ല. SBI ജംഗ്ഷൻ പരിസരത്ത് റോഡിൽ മരം മുറിച്ചത് അവിടെ തന്നെ കിടപ്പാണ്. വേസ്റ്റുകൾ കുന്നുകൂടി ദുർഗന്ധം വമിക്കുന്ന രീതിയിലാണ് പല സ്ഥലങ്ങളുമുള്ളത്. സ്ഥലപരിമിതി മൂലം ജനങ്ങൾക്ക് റോഡിന് വശം നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ജനങ്ങൾ പരാതികൾക്കായും മറ്റും വീണ്ടും കയറിയിറങ്ങേണ്ട സ്ഥിതി വിശേഷമാണ് നിലവിലുള്ളതെന്നും ജനകീയ സമിതി അംഗം രാജീവ് മാടമ്പി പറഞ്ഞു. അനധികൃതമായ നിർമ്മാണ പ്രവൃത്തിയും ഒരു പൊതു കൾവർട്ട് സ്വകാര്യ വ്യക്തി തൂർത്തതുമൂലം അമ്പാടി ജംഗ്ഷൻ പാലം ചളിയും ചരലുമായി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. സെക്രട്ടറിമാർ വന്നു പോകുന്നതല്ലാതെ നിയമനങ്ങളൊന്നും നടക്കുന്നില്ലെന്നും പരാതികൾക്ക് നടപടിയുണ്ടാകുന്നില്ലെന്നും ഇതിനെല്ലാം എതിരെയാണ് ജനകീയ സമിതി പ്രതികരിക്കുന്നതെന്നും ജനകീയ സമിതി അംഗം സുനീഷ് കുറ്റപ്പെടുത്തി. ഇത്തരത്തിൽ തുടർന്നാൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കും. സ്ഥിരമായ ഒരു സെക്രട്ടറി ഇല്ലാത്തൊരവസ്ഥ ശ്രീകൃഷ്ണപുരം ഉള്ളതാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ പല പ്രാദേശിക പ്രശ്നങ്ങൾ, മഴക്കെടുതികൾ, അതേപോലെ കാലവർഷക്കെടുതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെക്രട്ടറിയുടെ അഭാവം നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വളരെ ഒരു ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. അതിൽ ശക്തമായിട്ട് ഇമ്മീഡിയറ്റായിട്ട് ഈ സെക്രട്ടറി നിയമിച്ചുകൊണ്ട്, അതും ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സെക്രട്ടറി വരും, ഒരു 9 മാസം 8 മാസം കഴിഞ്ഞാൽ പോകുന്ന ഒരവസ്ഥ മാറി ഒരു സ്ഥിരമായ ഒരു സെക്രട്ടറിയോട് നിയമിക്കണമെന്നാണ് ജനകീയ സമിതിക്ക് ആവശ്യപ്പെടാനുള്ളത്. അത്തരം ഒരു സംവിധാനം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. പ്രശ്നവുമായി ബന്ധപ്പെട്ട് MS സുനീഷ്, ശ്രീജിത്ത് S, രാജീവ് മാടമ്പി, കണ്ണൻ ശ്രീകൃഷ്ണപുരം, രാമദാസൻ എന്നിവർ പഞ്ചായത്ത് അധികൃതരുമായി സംസാരിച്ചു. പഞ്ചായത്തിലെ സെക്രട്ടറി ട്രാൻസ്ഫറായി പോയതും നിലവിൽ ആരെയും നിയമിക്കാത്തതും ഏറെ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് ചാർജ് നൽകുകയും തിങ്കളാഴ്ച ഉച്ച മുതൽ വെള്ളിഞ്ഞേഴി പഞ്ചായത്തിലെ സെക്രട്ടറി രാധാകൃഷ്ണൻ ചാർജ് ഏറ്റെടുക്കുകയും ചെയ്യുമെന്നും പ്രസിഡന്റ് C രാജിക അറിയിച്ചു. നിലവിലുള്ള ജീവനക്കാരെ വച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ പരാതികളും പ്രശ്നങ്ങളും പരിഹരിച്ചു പോകുന്നുണ്ട്. മരം മുറിച്ച് എടുത്തുമാറ്റാത്ത പരാതി സംബന്ധിച്ച് PWD വിഭാഗത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. ട്രാൻസ്ഫറായി പോവുകയും പുതിയ സെക്രട്ടറി നിലവിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും നിലവിലുള്ള ASന് ചാർജ് കൊടുക്കുകയും ഇന്ന് ഉച്ച മുതൽ നമ്മുടെ വെള്ളിഞ്ഞേഴി ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി രാധാകൃഷ്ണൻ സാറ് സെക്രട്ടറിയുടെ ചാർജ് ഏറ്റെടുക്കുകയും ചെയ്യും. നമ്മുടെ പരാതികൾ, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരമാവധി ലഘൂകരിച്ചുകൊണ്ട് ഉള്ള ജീവനക്കാരെ വെച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പരിഹരിച്ചു പോകുന്നുണ്ട്. ഇപ്പോഴുള്ള ജീവനക്കാരുടെ ട്രാൻസ്ഫറും പ്രമോഷനും ഒക്കെ അനുബന്ധിച്ചിട്ട് നമുക്ക് പല പരാതികളും കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അത് അവർക്ക് പരമാവധി ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിയും കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ SBT ജംഗ്ഷനിലുള്ള മരം വെട്ടിമാറ്റിയതിലുള്ള ഒരു പരാതിയിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തല്ല PWD സെക്ഷൻ മെയിൻ്റെനൻസ് വിഭാഗമാണ് അത് വെട്ടുകയും അത് മാറ്റേണ്ടതും. നമ്മൾ PWD വിഭാഗത്തിന് ഗ്രാമപഞ്ചായത്ത് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് ആ മരങ്ങൾ വെട്ടി മാറ്റണം, അവിടെ സ്ഥലത്ത് നിന്നും മാറ്റിയിടേണ്ടതിൻ്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.